അതിലാദ്യത്തേത് IISc റിസർച്ചേഴ്സ്, അതായത് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ വെള്ളത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഹൈഡ്രോജെൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രോജെല്ലിനെ സംബന്ധിച്ചും എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്ര രംഗത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ഇവർ ആക്ച്വലി നമ്മുടെ വാട്ടറിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്, അതായത് നമുക്ക് വെള്ളത്തിലെ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ ലെവലിലുള്ള പാർട്ടിക്കിൾസ് പീസസിനെ നമുക്ക് വെള്ളത്തിൽ കാണാൻ വേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് വാട്ടർ പൊല്യൂഷനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, പ്രകൃതിക്ക് ഹാനികരമാവാത്ത രീതിയിൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹൈഡ്രോജെല്ലിനെ കണ്ടുപിടിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നതായിട്ടുള്ളത്. അതായത് 3 പോളിമർ ലെയേഴ്സ് ആയിട്ടുള്ള കൈറ്റോസാൻ, പോളിവിനൈൽ ആൽക്കഹോൾ, പോളി അനിലിൻ എന്നിങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടുള്ള ഒരു ഇന്റർ പെനിട്രേറ്റിംഗ് പോളിമർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറുള്ള ഒരു IPN ആർക്കിടെക്ചറുള്ള അല്ലെങ്കിൽ ഇന്റർ പെനിട്രേറ്റിംഗ് പോളിമർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറുള്ള ഒരു ഹൈഡ്രോജെല്ലിനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഒരു മാട്രിക്സ്, അതായത് ഒരു നാനോ ക്ലസ്റ്റർ മെറ്റീരിയലിലാണ് ഇത് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് പോളി ഓക്സോ മെറ്റലേറ്റ് അല്ലെങ്കിൽ CuPOM എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഹൈഡ്രോജെല്ലിനെ അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു നാനോ ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് UV ലൈറ്റിനെ കടത്തി വിടുവാണെന്ന് വിചാരിച്ചോ, അതായത് അൾട്രാ വയലറ്റ് റേഡിയേഷനെ കടത്തി വിടുവാണ്. അപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷനെ കടത്തി വിടുമ്പോൾ സാധാരണ നമ്മളെ വാട്ടർ പ്യൂരിഫയേഴ്സിലൊക്കെ നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷനെ കടത്തി വിടുന്ന സമയത്ത് അത് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സിനെ നീക്കം ചെയ്യും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുമെങ്കിലും അത് ഭയങ്കര സ്പീഡിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടോ ഒന്നും ഡീഗ്രേഡ് ചെയ്യത്തില്ല. അപ്പോൾ ആക്ച്വലി ഈ ഒരു നാനോ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഹൈഡ്രോജെൽ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക ചെയ്യും. എന്താ കാറ്റലിസ്റ്റിന്റെ റോള്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാതെ അതിൻ്റെ സ്പീഡിനെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുകയാണ് കാറ്റലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉൾപ്രേരകം എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ഹൈഡ്രോജെൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ ഒരു ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് വഴി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വളരെ വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് UV ലൈറ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്നത്തെ വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെ ഒക്കെ ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ കപ്പാസിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് പോളിമേഴ്സ് 3 ലെയർ പോളിമേഴ്സ് ആണ്. ഒരു നാനോ ക്ലസ്റ്റർ, നാനോ ടെക്നോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നാനോ ക്ലസ്റ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോജെൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യുകയും അതിന് മൈക്രോ പ്ലാസ്റ്റിക്കിനെ വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഹൈഡ്രോജെൽ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക്കിനെ നീക്കം ചെയ്യുമ്പോൾ 93-95% വരെയൊക്കെ നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക്കിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുകൂടി ഓർത്തു. അപ്പോൾ ഹൈഡ്രോജെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബൈഫേസിക് മെറ്റീരിയലാണ്, 2 ഫേസസിലുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ ഒന്ന് പോറസ് ആയിട്ടുള്ള പെർമിയബിൾ ആയിട്ടുള്ള സോളിഡുകളുണ്ട്. അപ്പോൾ ആക്ച്വലി പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറുന്ന ചെറിയ തുളകൾ ഉള്ളതുപോലെയാണ് പോറസ് എന്ന് പറഞ്ഞാൽ. പെർമിയബിൾ ആയിട്ടുള്ള സോളിഡ്സ് ആണ്. അതേസമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 10% ബൈ വെയിറ്റ്, ഭാരത്തിൻ്റെ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ 10% എന്ന് പറയുന്നത് ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ വെള്ളമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രോജെൽ പേരിൽ തന്നെ അറിയാം, നമുക്കൊരു ജെൽ പോലുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ട് ജെൽ ടൈപ്പ് മെറ്റീരിയൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പോറസ് പെർമിയബിൾ സോളിഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും, അതായത് ഒരു സോളിഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പോർസ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ ദ്വാരങ്ങൾ ഉണ്ടാവും. നമ്മളൊരു സ്പോഞ്ച് പോലെയൊക്കെ വേണമെങ്കിൽ കഴുതാവുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് വളരെ വേഗത്തിൽ വെള്ളത്തിന് അല്ലെങ്കിൽ അതിൽ വാട്ടറിൽ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വാട്ടർ ഇൻസോളിബിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് വെള്ളത്തിൽ മിക്സ് ആവില്ല. കാരണം വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുടിവെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജോബായി മാറും. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് കുടിവെള്ളത്തിൽ മിക്സ് ആവില്ല, മറിച്ച് ഇത് ഹൈഡ്രോജെല്ലിലൂടെ വെള്ളം കടന്നു പോകുന്ന സമയത്ത് അതിലുള്ള ഈ ഒരു UV ലേസിൻ്റെ പ്രസൻസിൽ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കുകളെ ഇത് അബ്സോർബ് ചെയ്ത് നീക്കം ചെയ്യുക എന്നുകൂടി ഓർത്ത് വെക്കണതാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ പോളിമർ സ്ട്രക്ചർ ആണുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക്കിനെ അബ്സോർബ് ചെയ്യാൻ കാരണമാകും എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഒരുപാട് മേഖലകളിൽ അപ്ലിക്കേഷൻ ഉണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒരു പ്രധാന അപ്ലിക്കേഷനാണ്. മറ്റൊന്നാണ് ബയോമെഡിക്കൽ ഏരിയാസിൽ എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഹൈഡ്രോജെല്ലുകൾ
ഒരുപാട് എണ്ണം ഉണ്ട്. ചിലതൊക്കെ നേച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഹൈഡ്രോജൽസ് ഉണ്ടെങ്കിൽ കുറേ എണ്ണം ഒക്കെ സിന്തറ്റിക് ആണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ത്രെട്ടാണ് നമ്മളുടെ വെള്ളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്ത് വെക്കുക. കാരണം വളരെ ചെറിയ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന വെള്ളത്തിലുള്ള ചെറിയ ചെറിയ തരികളായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ എത്തുകയും അത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള മെംബ്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, കാരണം ഈ ഒരു തരിയുടെ സൈസിനെക്കാട്ടിയും ചെറിയ സുഷിരങ്ങളുള്ള അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മെംബ്രെയിനിൻ്റെ ദ്വാരങ്ങളിലൊക്കെ ഈ മൈക്രോ പ്ലാസ്റ്റിക് വന്ന് അടിഞ്ഞിട്ട് അത് ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കും, അതായത് അൺസസ്റ്റൈനബിൾ ആണ്, അതായത് നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഹൈഡ്രോജലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഈ ഒരു പ്രശ്നത്തിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് ലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് ഡീഗ്രഡേഷൻ ആണ്, അല്ലെങ്കിൽ യു വി ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു ഹൈഡ്രോജനിൽ പ്രവർത്തിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഈ IPN ടെക്നോളജി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പോളിമർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ പ്ലാസ്റ്റിക്കുകളെ അബ്സോർബ് ചെയ്യുകയും ആ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ എന്ത് ചെയ്യണത്, ആ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും.